മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടൻ ഒരു വലിയ തെറ്റ് ചെയ്തു. ഈ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞേക്കുന്നത് പ്രമുഖ പ്രൊഡ്യൂസറും ഡിസ്ട്രിബ്യൂട്ടറുമായ ലിസിൻ സ്റ്റീവ്. നമുക്ക് ശരിക്കും ലിസിൻ പറഞ്ഞ കാര്യം ഒന്ന് നോക്കാം. മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടൻ വലിയ തെറ്റിലേക്ക് ഇന്ന് തിരികൊളുത്തിയിട്ടുണ്ട്. സോ ഒരു വലിയ മാലപ്പടക്കത്തിന് ഇന്ന് തിരികൊളുത്തിയേക്കാണ്. പക്ഷെ ആ നടൻ ചെയ്തത് വലിയ തെറ്റാണ്. അങ്ങനെ തുടർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പല പല വലിയ പ്രശ്നങ്ങൾക്കും കാരണമായി മാറുമെന്ന് അറിയിക്കുന്നു. സംഭവം ഉദ്ദേശിച്ചത് പുള്ളി പ്രൊഡ്യൂസ് ചെയ്ത ഒരു സിനിമയിൽ ആ നടൻ ഫ്രീക്വന്റ് ആയിട്ട് സിനിമകൾക്ക് ഷൂട്ടിങ്ങിന് വരുന്നില്ല, അതുപോലുള്ള ഇഷ്യൂകൾ കാണാം, സിനിമയ്ക്ക് എന്തോ സംഭവിച്ചു, ഇത് കാരണം സിനിമയ്ക്ക് വലിയ ലോസ് ഉണ്ടായി. ആ ഒരു സംഭവത്തെ ഉദ്ദേശിച്ചാണ് പുള്ളിക്കാരൻ പറഞ്ഞേക്കുന്നത്. ഇതിനെ ഇപ്പം വളച്ചൊടിച്ച് പല രീതിയിൽ പല നടന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. നിവിൻ പോളി, ഫഹദ് ഫാസിൽ, പൃഥ്വിരാജ്, അങ്ങനെ പലരെ കുറിച്ച്. ശരിക്കും പറഞ്ഞാൽ ലിസിൻ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ പൊട്ടിത്തെറിച്ച ഒരു കാര്യം ഒരു ഓപ്പൺ സ്റ്റേജിൽ പറയുന്നത്. പുള്ളി സാധാരണ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വളരെ കൂളായി വളരെ തമാശ രീതിയിലായിരിക്കും സംഭവങ്ങൾ പറയുന്നത്. ഇത് ആദ്യമായിട്ടാണ് പുള്ളിക്ക് അത് എന്തെങ്കിലും പേഴ്സണലി ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ടായിരിക്കും പുള്ളി അത് പറഞ്ഞത് തന്നെ. ഇതിപ്പോ നിവിൻ പോളിയെ കുറിച്ച് പറഞ്ഞെന്ന് വെച്ചാൽ നിവിൻ പോളി ചെയ്ത 2 പടങ്ങൾ പുള്ളി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ പുള്ളി ഇതിനേക്കാൾ കൂടുതൽ പടങ്ങൾ പൃഥ്വിരാജായിട്ടും പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ബട്ട് സോഷ്യൽ മീഡിയ മുഴുവൻ ഇതിപ്പോ നിവിൻ പോളി തന്നെയാണ് ഇത് ചെയ്തത്, അല്ലെങ്കിൽ നിവിൻ പോളിയാണ് ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ ഇൻവോൾവ് ആയിരിക്കുന്നത് എന്നുള്ള ഒരു അനാലിസിസിലോട്ട് ഇപ്പം എൻ്റെ സോഷ്യൽ മീഡിയ മുഴുവൻ എത്തിയിട്ടുണ്ട്. ഇത് നിവിൻ പോളി ചെയ്തതാണ്, അല്ലെങ്കിൽ നിവിൻ പോളിയെ കുറിച്ചാണ് ഇത് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട്. 2011 റിലീസായ ട്രാഫിക് എന്നുള്ള സിനിമ പ്രൊഡ്യൂസ് ചെയ്തതാണ് ഡിസ്നി ഫീൽഡിലേക്ക് വരുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് പുള്ളി ചെയ്ത ഒട്ടുമിക്ക സിനിമകളെല്ലാം വൻ സക്സസ് ആയി. ഇത് കൂടാതെ അദ്ദേഹം ഹിന്ദിയിലും തമിഴിലും തെലുങ്കിലും എല്ലാം ഡിസ്ട്രിബ്യൂഷൻ സിനിമകൾ ചെയ്തിട്ടുണ്ട്. പ്രദേശ് ഡേ, ജനഗണമന, ഗോൾഡ്, കടുവ, കാപ്പ, അങ്ങനെ പൃഥ്വിരാജ് ചെയ്ത ഒട്ടുമിക്ക സിനിമകൾ റീസെന്റ് ആയിട്ട് വന്നതിന്റെ ഭൂരിഭാഗം സിനിമകളും ഒന്ന് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും പിന്നെ ലിസിൻ സ്റ്റീവനും, ഇവർ 2 ആളും ചേർന്നാണ് ചെയ്തിട്ടുള്ളത്. ഇത് കൂടാതെ ഈ ഒരു പ്രശ്നത്തിലോട്ട് ഇപ്പൊ ഇൻവോൾവ് ആകുന്നതിന് നിവിൻ പോളി ആക്കുന്നതിന്റെ മെയിൻ ഒരു എക്സാമ്പിൾ എന്ന് പറയാൻ നിവിൻ പോളി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത 2 സിനിമകൾ, അതിപ്പം മലയാളി ഫ്രം ഇന്ത്യ ആയാലും അതിനു മുന്നേ ഇറങ്ങിയ ബോസാൻകോ, ഈ 2 സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തത് ഇതേ ലിസിനായിരുന്നു. ഇതില് ബോസാൻകോ എന്നുള്ള സിനിമ ഓണം സീസൺ ഈ തിയേറ്ററിൽ വന്നിട്ട് 10 പേര് പോലും കണ്ടിട്ടുണ്ടെന്ന് ഡൗട്ട്. ആ രീതിയിൽ വാഷ് ഔട്ട് ആയിപ്പോയി. ഇതുവരെ ഇതിന്റെ OTT ഡീൽ നടന്നിട്ടില്ല. ഈ അടുത്ത് ഒരിടയ്ക്ക് എപ്പോഴോ ലിസിൻ ഇതിനെക്കുറിച്ച് പറയായിരുന്നു, എന്റെ ബോസാൻകോ എന്നുള്ള സിനിമ ഇതുവരെ OTT റൈറ്റ്സ് പോലും വിറ്റ് പോയിട്ടുണ്ട്. കാരണം ആ ഒരു രീതിയിലോട്ട് നിവിൻ പോളിയുടെ ബോക്സ് ഓഫീസ് വളരെ താഴ്ന്നു പോയായിരുന്നു. ഈ ഒരു ഒറ്റ റീസൺ കൊണ്ടാണ് നിവിൻ പോളി ഇതിലേക്ക് ഇൻവോൾവ് ആയിട്ടുണ്ടെന്നൊക്കെ പറയുന്നത്. ഇത് കൂടാതെ മലയാളി ഫ്രം ഇന്ത്യ എന്നുള്ള സിനിമയും വൻ ഹൈപ്പിൽ വന്ന് അതും ബോക്സ് ഓഫീസ് ഇതേപോലെ തന്നെ താഴെ പോയ ഒരു പടമാണ്. ആ സിനിമയിലായാലും നിവിൻ പോളി നല്ല രീതിയിൽ തന്നെ എഫേർട്ട് എടുത്ത് നല്ല രീതിയിൽ തന്നെയാണ് സിനിമ ചെയ്തേക്കുന്നത്. അതിനകത്ത് ഒരു പക്ഷേ നിവിൻ പോളിയെ കുറ്റം പറയാനായിട്ട് ഒന്നും തന്നെ ഇല്ല. നിവിൻ നായകനായതുകൊണ്ട് മലയാളി ഫ്രം ഇന്ത്യയുടെ അതേ സ്റ്റോറി റൈറ്റർ തന്നെയാണ് ഈ ലിസിൻ ചെയ്യുന്ന അടുത്ത പടമായ പ്രിൻസ് ആൻഡ് ഫാമിലി എന്നുള്ള സിനിമയുടെ സ്റ്റോറി എഴുതുന്നത്. ആക്ച്വലി ഒരു നടനെതിരെ ഒരു ആരോപണം ഉണ്ടാകുന്നത് ഇപ്പം മലയാള സിനിമ ഇൻഡസ്ട്രി തന്നെ പുതുമയുള്ള കാര്യമല്ല. ഈ അടുത്ത് ഹേമ കമ്മിറ്റി ഇഷ്യൂ വന്നു. ഇതുകൂടാതെ ലഹരി പദാർത്ഥങ്ങളുടെ കേസിൽ ഒരുപാട് നമ്മുടെ തന്നെ നായകന്മാരെയും അവരെയും എല്ലാം അറസ്റ്റ് ചെയ്ത് അങ്ങനെ ഒരുപാട് കോൺട്രവേഴ്സീസ് ഇപ്പം മലയാള സിനിമയിൽ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇത് ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ അതിന് ഒരു വ്യക്തതയില്ല. ആ വ്യക്തതയില്ലാതെ വരുമ്പോഴത്തേക്ക് ഇത് കേൾക്കുന്നവരായാലും ഓൺലൈൻ മീഡിയാസ് ആയാലും എല്ലാം വളച്ചൊടിച്ച് പലരുടെ പേരിൽ പ്രശ്നങ്ങളായിക്കൊണ്ടിരിക്കും. ഈ പറഞ്ഞതിൽ തന്നെ നിവിൻ പോളിയാണ് ഇതിൽ എന്താ പറയുക ഇൻവോൾവ് ആയിക്കുന്നതെന്നൊന്നും യാതൊരു രീതിയിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് ലിസിൻ പറയുന്നില്ല. എന്നിട്ട് പോലും ഇത് നിവിൻ പോളിയെ പറയുന്നതിന്റെ മെയിൻ റീസൺ പുള്ളിയുടെ ആ ബോക്സ് ഓഫീസിൽ ഇപ്പോൾ ഉള്ള ആ ഒരു താഴെ നിൽക്കുന്ന സ്ഥിതി തന്നെ. അല്ലാതെ ഒരു ടോപ്പ് പൊസിഷനിലുള്ള നടനെ കുറിച്ച് ഒരിക്കലും ഇങ്ങനെ ലിസിൻ പറയാനും ഇടവരുത്തത്തില്ല. പക്ഷെങ്കിൽ ലിസിൻ ആ പറഞ്ഞതിൽ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ ഇത് പറഞ്ഞു പോകുന്ന ഓൺലൈൻ മീഡിയാസ് എല്ലാം ഇതൊരു നിവിൻ പോളി ആണെന്നുള്ള എന്താ പറയാ പുള്ളി അസ്യൂം ചെയ്ത് തന്നെയാണ് എല്ലാവരും ഒരു വിധി പറയുന്നത്. അതിന് വ്യക്തമായിട്ടൊരു മറുപടി വരുന്നവരെ ഒരിക്കലും നമുക്ക് നിവിൻ പോളിയെ കുറ്റം പറയാനും പറ്റത്തില്ല. പക്ഷെങ്കിൽ ഒരു നടൻ ആ നടനെ കുറിച്ച് ആരെക്കുറിച്ചാണോ പറയുന്നത് ആ നടന്റെ ഒരു റിപ്ലൈ വന്നാൽ മാത്രമേ ഇതിന് കറക്റ്റായ രീതിയിൽ ഒരു കൺക്ലൂഷൻ എത്താൻ പറ്റത്തുള്ളൂ. നമുക്കിപ്പോ തന്നെ പല നടന്മാരെ ഈ കൂട്ടത്തിലേക്ക് നമുക്ക് എക്സാമ്പിൾ വെക്കാം. ഒരു മാലപ്പടക്കത്തിന് തിരികൊളുത്തി എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ധ്യാന്റെ പേരൊക്കെ ഓർത്തു പോകും. കാരണം പുള്ളിക്കാരൻ ഡെയിലി സിനിമകൾ ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അതെല്ലാം ബോക്സ് ഓഫീസിൽ ഫെയിലും ആയിക്കൊണ്ടിരിക്കുക. എന്നിട്ടും ഇത് ധ്യാന്റെ പേരിലൊന്നും പറയാതെ എന്തുകൊണ്ട് ഇത് ഡിവിന്റെ പേരിലേക്ക് വന്നു? ഡിവിൻ തന്നെ നായകനായ മലയാളി ഫ്രം ഇന്ത്യക്കകത്ത് ഓൾറെഡി ധ്യാനും അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ പുള്ളിയെ വേണമെങ്കിൽ പറയാമല്ലോ. പക്ഷെ എന്തുകൊണ്ട് ഇത് നിവിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് പറയുന്നു? ഇതിനൊന്നും ഒരു വ്യക്തതയില്ല. പുള്ളിയുടെ ഇപ്പോഴുള്ള ആ എന്താ പറയാ സ്റ്റാർഡത്തിന്റെ അവസ്ഥ കൊണ്ട് മാത്രമാണ് പുള്ളിയെ ഈ ഒരു പ്രശ്നത്തിലേക്ക് ഇൻവോൾവ് ആകുന്നതും അത് പുള്ളിക്കാരൻ തന്നെയാണെന്നൊരു പറച്ചിൽ വരുന്നത്. ആക്ച്വലി ഇനി ഇതിന്റെ ഒരു കൺക്ലൂഷൻ അറിയണമെങ്കിൽ വ്യക്തമായിട്ട് ഇതാരാണെന്നുള്ള കാര്യം ഒരാൾ ഓപ്പൺ ആയിട്ട് വന്ന് പറയണം. അതുവരെ ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റത്തില്ല. ഇതിനെക്കുറിച്ച് നമ്മുടെ റിപ്പോർട്ടർ ചാനലിൽ വന്ന കാര്യം എന്തോ നമുക്ക് നോക്കാം. മലയാള സിനിമയിലെ പ്രമുഖ നടൻ വലിയൊരു തെറ്റിന് തിരികൊളുത്തിയിട്ടുണ്ടെന്ന വെളിപ്പെടുത്തലുമായി നിർമ്മാതാവ് ലിസിൻ സ്റ്റീഫൻ. അതെന്ത് തെറ്റ്? ഇനിയും ആ തെറ്റ് തുടർന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും നടന്റെ പേരെടുത്ത് പറയാതെ ലിസിൻ സ്റ്റീഫൻ പറഞ്ഞു. ആക്ച്വലി ഇത് ലിസിൻ സ്റ്റീഫൻ പറഞ്ഞത് ഒരാളുടെ പേരെടുത്ത് പറയാതാണ് പറഞ്ഞത്. പക്ഷേങ്കിൽ റിപ്പോർട്ടർ ചാനലിൽ വന്ന ന്യൂസിന്റെ ഹെഡ്ലൈനായിട്ട് തന്നെ അവർ നിവിൻ പോളിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്.
നമ്മൾ യൂട്യൂബ് ഒന്ന് തുറഞ്ഞു നോക്കിയാൽ തന്നെ ഈ ഒരു പ്രശ്നത്തിന്റെ കാര്യം പറയുന്നുണ്ട്. പ്രശ്നത്തിലേക്ക് ഇൻവോൾവ് ആണെന്ന് തറപ്പിച്ച് പറയുകയാണ്. ഒരു രീതിയിലുള്ള എക്സാമ്പിളോ എവിഡൻസോ ഇല്ലാതെ ഒരാളെ കുറ്റം പറയുന്നതിൽ എന്ത് ലോജിക്കാണുള്ളത്? ഇനി ഇതിന് വ്യക്തമായ ഒരു റിപ്ലൈ ആരെങ്കിലും ഒരാളുടെ ഭാഗത്തു നിന്ന് വരാതെ നമുക്ക് ഇതിലൊട്ടൊരു എന്താ പറയുക, ഇത് എങ്ങനെ എൻഡ് ചെയ്യിക്കണം എന്നുള്ള ഒരു ഇതുപോലും വരത്തില്ല. അപ്പം നിങ്ങൾക്ക് ഇത് കേട്ട് തോന്നിയത് എന്താണെന്ന് ഒന്ന് കമന്റ് ഇട്ടേക്കുക. അടുത്ത വീഡിയോ കാണാം. ബൈ.